സ്വിറ്റ്സർലൻഡിൽ ബാറിൽ പൊട്ടിത്തെറി നിരവധി പേർ മരിച്ചതായി സൂചന. ക്രാൻസ് മൊണ്ടാന നഗരത്തിലെ ലക്ഷറി റിസോർട്ടിലാണ് സ്ഫോടനമുണ്ടായത്. 100ഓളം പേർ ബാറിൽ സ്ഫോടനം സമയത്തുണ്ടായിരുന്നതായാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, എപ്പോഴായിരുന്നു ഒരു സംഭവം ഉണ്ടായത്? രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? സുരേഷ്, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. സ്വിസ്കി എന്ന് പറയുന്ന ക്രാൻസ് മൊണ്ടാനയിലെ ഒരു ആഡംബര ഹോട്ടലിലെ ബാറിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പോലീസ് എല്ലാം അറിയിക്കുന്നത് പൊട്ടിത്തെറി ഉണ്ടായത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് വ്യക്തമല്ല എന്നാണ്. പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്ന് തന്നെയായാലും പൊട്ടിത്തെറി വലിയ തോതിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും തുടർന്ന് തീ പടരുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഗൗരവമേറിയ ഒരു പൊട്ടിത്തെറിയാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നൊരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും സ്വാഭാവികമായും ഈ ബാറൊക്കെ ആകുമ്പോൾ അവിടെ നിരവധിയായ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതും ഇതുപോലുള്ള മദ്യം ഉൾപ്പെടെയുള്ളവ സൂക്ഷിക്കുന്നത് വലിയ തോതിൽ തീപിടിക്കാനുള്ള സാധ്യതയുമുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രശ്നമുണ്ടായിട്ടുണ്ടാകാമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 100ലേറെ പേർ ആ സമയത്ത് ബാറിലുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. നിരവധി പേർ മരിച്ചിട്ടുണ്ട്, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമായി തുടരുകയാണ്. ക്രാൻസ് മൊണ്ടാന മേഖലയിലൂടെയുള്ള ഗതാഗതവും അതുപോലെ ആ ഏരിയ മുഴുവൻ കോർഡൺ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അത് പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ആ വഴിയിലൂടെയുള്ള യാത്ര, വ്യോമഗതാഗതം പോലും ആ മേഖലയിലൂടെ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്ത് തന്നെയായാലും നിലവിലെ സൂചനകൾ അനുസരിച്ച് അതിൽ ചില അപകടകരമായ അല്ലെങ്കിൽ ഭീകര സ്വഭാവമുള്ള ചില സംഭവങ്ങളുണ്ടോ എന്ന സംശയം കൃത്യമായി പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ പോലീസിൻ്റെ ഇത് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ആ പൊട്ടിത്തെറിയുടെ പശ്ചാത്തലം കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ തുടരുന്നു, രക്ഷാപ്രവർത്തനങ്ങളും തുടരുന്നു എന്നാണ് ഔദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. സുരേഷ്, ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.